ഹായ് സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേബറിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോസ്റ്റിങ്ങിലെ ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണെന്ത് ലേബർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മെറ്റീരിയൽ ആയിരുന്നു. നമ്മുടെ കോസ്റ്റിൻ്റെ ഏറ്റവും ഫസ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരുന്നു നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ലേബറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ലേബറും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ലേബർ എന്താണെന്നാണ് പറയുന്നത്. ലേബർ എന്താണ്? ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് ദി കോസ്റ്റ്. കോസ്റ്റിലെ ഏറ്റവും രണ്ടാമത്തെ എലമെൻ്റ് ആണ്. നമ്മൾ കോസ്റ്റിങ്ങിൽ കുറേ എലമെൻറ്റ് പഠിച്ചിരുന്നു. ആദ്യം മെറ്റീരിയലാണ്, ദെൻ ലേബറാണ്, പിന്നെന്താണ് എക്സ്പെൻസസ് ആണ് അല്ലേ. അപ്പം രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണ് ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ ലേബർ എന്താണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ദ ഹ്യൂമൻ എഫേർട്ട് റിക്വയർഡ് ഫോർ ദ കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽ ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. ഒരു ഓർഗനൈസേഷനിലുള്ള റോ മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ഫേമിലെ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഹ്യൂമൻ എഫേർട്സ് ആവശ്യമാണോ അതിനൊക്കെ നമ്മൾ ലേബർ എന്നാണ് പറയുക. അതായത് നമ്മുടെ ഒരു റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാൻ വെറും മെഷീനറീസ് മാത്രം പോരാ. ആ മെഷീനറീസൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ അറിയുന്ന എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയീസ് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ എഫേർട്ട് അവിടെ ആവശ്യമുണ്ട്. തന്നാലെ ഇത് വർക്ക് ചെയ്യില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ എഫേർട്ട് ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഓർഗനൈസേഷനിൽ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റാനുള്ള എത്രത്തോളം ഹ്യൂമൻ എഫേർട്ട് റിക്വയർ ആണോ അതിനൊക്കെ നമ്മൾ ലേബർ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലേബർ കോസ്റ്റ് ആണ്. ലേബർ കോസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഹ്യൂമൻ റിസോഴ്സസിനെ, അതായത് എൻ്റർപ്രൈസസിലുള്ള ഈ ഹ്യൂമൻ റിസോഴ്സിന് നമ്മൾ പേ ചെയ്യുന്ന പ്രൈസ് അല്ലെങ്കിൽ അവർക്ക് നിശ്ചയിക്കുന്ന പ്രൈസാണെന്ത് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ അവരുടെ എഫേർട്ടിന് വേണ്ടി നമ്മൾ എത്ര കൊടുക്കുന്നു അതാണ് അവരുടെ ലേബർ കോസ്റ്റ്. അതായത് അത് ഓർഗനൈസേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അത് ഓർഗനൈസേഷൻ്റെ കോസ്റ്റാണ്. അതായത് ലേബറിന് കൊടുക്കുന്ന പ്രൈസാണത്. അപ്പം നമ്മൾ അതിന് വേണ്ടി ലേബറിന് നമ്മളൊരു വേജ് കൊടുക്കുമ്പം ഓർഗനൈസേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത് അവരുടെ ഒരു കോസ്റ്റാണ്, അവർക്ക് വരുന്ന ഒരു ചിലവാണത്. ഓക്കെ, അപ്പം സാധാ എംപ്ലോയീസിന് റെമ്യൂണറേഷൻസ് കൊടുക്കുന്നതാണ് നമ്മൾ ലേബർ കോസ്റ്റ് എന്ന് പറയാറ്. അപ്പോൾ ഇവിടെ നമ്മൾ ലേബർ കോസ്റ്റിനെ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? വേജ്, സാലറി, കമ്മീഷൻ, ബോണസ്, പെർക്യൂസിറ്റ്സ്, ഇതൊക്കെ ലേബർ കോസ്റ്റാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ലേബർ കോസ്റ്റ് നിശ്ചയിക്കുന്നത്. അപ്പോൾ എന്താണ് ലേബർ, എന്താണ് അതിൻ്റെ കോസ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ലേബറാണ്. എന്തൊക്കെ ടൈപ്സ് ആണ് ലേബേഴ്സ് ഉള്ളത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. എന്താണ് ലേബറിൻ്റെ ടൈപ്സ് എന്താണ് ഒന്നുകൂടി ഇതിൽ ഡിസ്കസ് ചെയ്യാണ്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് ലേബറും. നമുക്ക് രണ്ട് തരം ലേബേഴ്സാണ് ഉള്ളത്. ഒന്നാമത്തേത് ഡയറക്റ്റ് ആണ്, രണ്ടാമത്തേത് ഇൻഡയറക്റ്റ് ലേബറാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഡയറക്റ്റ് ലേബർ. Labor which is engaged in production and which can be directly charged to a particular job or process is called direct labor. അതായത് നമ്മുടെ പ്രൊഡക്ഷനുമായി ഡയറക്റ്റ്ലി എൻഗേജ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ എംപ്ലോയീസിനെയാണ് നമ്മൾ ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഐഡൻറ്റിഫൈഡ് ലേബേഴ്സ് ആണ് ഡയറക്റ്റ് ലേബേഴ്സ്. അതൊരു നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലേബേഴ്സാണ്. ഇൻഡയറക്റ്റ് ലേബേഴ്സ് അല്ല. അതായത് മറ്റ് ഓർഗനൈസേഷനിൽ ഈ പ്രൊഡക്ഷനുമായി ബന്ധപ്പെടാത്ത മറ്റ് ലേബേഴ്സ് ഉണ്ടാവും, അവർ ഇൻഡയറക്റ്റ് ലേബേഴ്സാണ്. പക്ഷേ ഈ പ്രൊഡക്ഷനുമായി അല്ലെങ്കിൽ ഒരു ജോബ്, ഒരു പ്രോസസ്സിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി ചാർജ് ചെയ്യപ്പെടുന്ന ലേബേഴ്സ് അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ലേബേഴ്സാണ് നമ്മൾ ഡയറക്റ്റ് ലേബേഴ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ടച്ച് ലേബേഴ്സ് എന്ന് കൂടിയും പറയാം. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനത്തെ ഡയറക്റ്റ് ലേബേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷനെ പറയുന്ന പേരാണ് ഡയറക്റ്റ് വേജസ്. ഓക്കെ, ഡയറക്റ്റ് വേജസ് എന്നാണ് ഡയറക്റ്റ് ലേബറിന് കൊടുക്കുന്ന റെമ്യൂണറേഷനെ പറയുന്ന പേര്. ദെൻ സെക്കൻഡ് ടൈപ്പ് ഓഫ് ലേബറാണ് ഇൻഡയറക്റ്റ് ലേബർ. ഓക്കെ,
ഇൻഡയറക്റ്റ് ലേബർ എന്താണ്? ലേബർ വിച്ച് ഇസ് നോട്ട് ഡയറക്ട്ലി ചാർജ് ഇൻ കൺവേർട്ടിംഗ് ദ റോ മെറ്റീരിയൽ ഇൻ ടു ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. ഒരു റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് മാറ്റാൻ ഡയറക്റ്റ്ലി അതിൽ എൻഗേജ് ചെയ്യാത്ത വ്യക്തി, എംപ്ലോയീസ് അല്ലെങ്കിൽ ഹ്യൂമൻ എഫേർട്ട് ഉണ്ടെങ്കിൽ അവർ നമ്മൾ ഇൻഡയറക്റ്റ് ലേബേഴ്സ് എന്നാണ് പറയുക. ഇപ്പോൾ പ്യൂൺസ്, ക്ലർക്കുകൾ, ഇവരൊന്നും നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിങ്ങിൽ ഡയറക്റ്റ്ലി എൻഗേജ് ആയിരിക്കില്ല. അവിടുത്തെ ഓഫീസ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സൂപ്പർവൈസേഴ്സ് ഇങ്ങനെയുള്ളവരായിരിക്കും ഇൻഡയറക്റ്റ് ലേബേഴ്സിൽ വരിക. അവർ മേൽനോട്ടക്കാർ മാത്രമായിരിക്കും. പക്ഷെ അവർ ഡയറക്റ്റ്ലി ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എൻഗേജ് ചെയ്യാത്തവരായിരിക്കും. അവരെ നമ്മൾ ഇൻഡയറക്റ്റ് ലേബേഴ്സ് എന്നാണ് പറയുക. ദെൻ അവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷനെ നമ്മൾ എന്ത് പറയുന്നു? ഇൻഡയറക്റ്റ് വേജ് എന്നുമാണ് പറയാം. റെമ്യൂണറേഷൻ ഗിവൻ ടു ഇൻഡയറക്റ്റ് ലേബർ ഇറ്റ്സ് കോൾഡ് ഇൻഡയറക്റ്റ് വേജ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ലേബേഴ്സാണ്, ഡയറക്റ്റ് ലേബേഴ്സും ഇൻഡയറക്റ്റ് ലേബേഴ്സും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ. ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ക്വസ്റ്റ്യൻസ് തിയറി പാർട്ടൊക്കെ ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ്. ഡയറക്റ്റ് ലേബേഴ്സും ഇൻഡയറക്റ്റ് ലേബേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? ഇറ്റ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് വിത്ത് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. അതായത് ഡയറക്റ്റ് ലേബേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നിന്ന് ഡയറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നവരാണ് ഡയറക്റ്റ് ലേബേഴ്സ്. മറ്റേ ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് ഇറ്റ് ക്യാനോട്ട് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. അവർക്ക് ഡയറക്റ്റ്ലി ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധം ഉണ്ടാവില്ല, പക്ഷേ ആ ഓർഗനൈസേഷനിലുള്ളവർ തന്നെ ആയിരിക്കും. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തവരെ നമ്മൾ ഇൻഡയറക്റ്റ് ലേബേഴ്സ് എന്നാണ് പറയാം. ദെൻ ഇറ്റ് ക്യാൻ ബി ഡയറക്റ്റ്ലി ചാർജ്ഡ് ടു എ പെർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. കോസ്റ്റ് സെൻറ്റർ എന്താണ്, കോസ്റ്റ് യൂണിറ്റ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഡയറക്റ്റ്ലി ചാർജ് ചെയ്യപ്പെടുന്ന ലേബേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയറക്റ്റ് ലേബേഴ്സ് എന്ന് പറയാം. ദെൻ ഇൻഡയറക്റ്റ് ലേബേഴ്സ് ആണെങ്കിൽ ഇറ്റ് ക്യാനോട്ട് ബി ഡയറക്റ്റ്ലി ചാർജ് ടു എ പെർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ് ബട്ട് ക്യാൻ ഓൺലി ബി അപ്രൂഷൻഡ്. അവിടെ അപ്രൂഷൻസ് മാത്രമേ നടക്കുള്ളൂ, ഡയറക്റ്റ്ലി അതിലേക്ക് അവർ ചാർജ് ചെയ്യില്ല. ദെൻ ഡയറക്റ്റ് ലേബറിൻ്റെ നെക്സ്റ്റ് ഡിഫറൻസ് ആണ് ഇറ്റ് ഈസ് എ പ്രൈമറി ഇൻ പ്രൊഡക്ഷൻ. ഒരു പ്രൊഡക്ഷന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള അതിൻ്റെ പ്രൈമറി എലമെൻ്റ് ആണ് എന്ത്? ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ലേബർ ഈസ് എ സപ്പോർട്ടിംഗ് ആണ്, അതായത് സെക്കൻഡറി ഒരു സബ്സിഡറി ടു പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന് ഒരു സബ്സിഡറി ആയിട്ടോ അല്ലെ സെക്കൻഡറി പാർട്ട് മാത്രമാണ് എന്ത്? ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. ദെൻ ഡയറക്റ്റ് ലേബേഴ്സ് ഇസ് ദ പാർട്ട് ഓഫ് ദ പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റിൻ്റെ പാർട്ടാണെന്ത്? ഡയറക്റ്റ് ലേബർ. നമുക്കറിയാം പ്രൈം കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു, ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇങ്ങനെയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഡയറക്റ്റ് ലേബർ പ്രൈം കോസ്റ്റിൻ്റെ എന്താണ്? പാർട്ടാണ്. അതേപോലെ ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ദ ഓവർ ഹെഡ്. ഓവർ ഹെഡിൻ്റെ പാർട്ടാണെന്ത്? ഇൻഡയറക്റ്റ് ലേബർ. ഓവർ ഹെഡിൻ്റെ പാർട്ടാണ്. ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? സം ടോട്ടൽ ഓഫ് ഓൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് എലമെൻറ്റ്സ്. എല്ലാ കോസ്റ്റ് എലമെൻറ്റ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് എലമെൻറ്റ്സിൻ്റെ സം ടോട്ടലാണിത് ഓവർ ഹെഡ്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ സം ടോട്ടലാണ്. അതായത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഇൻഡയറക്റ്റ് ലേബർ, ഇതെല്ലാം കൂടി ചേർന്നതാണ് നമ്മൾ ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് വാരി അക്കോർഡിംഗ് ടു ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ഡയറക്റ്റ് ലേബർ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വാരി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഡയറക്റ്റ് ലേബർ. ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ ഇറ്റ് റിമൈൻ ഫിക്സഡ്. അതെപ്പോഴും ഫിക്സഡ് ആയിരിക്കും, അതിൽ ചേഞ്ചസ് ഉണ്ടാവില്ല. ഓക്കെ, ഇത്രയാണ് എന്ത്? ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് ലേബർ കോസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. നമ്മൾ ലേബർ കോസ്റ്റ് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ലേബർ കോസ്റ്റ് എന്താണെന്ന് പഠിച്ചു. നമ്മൾ ആ ഹ്യൂമൻ എഫോർട്ടിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ഇതാണ്. അപ്പം ഈ ഒരു റെമ്യൂണറേഷനിൽ തന്നെ പലതരത്തിലുള്ള കോസ്റ്റുകളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? കറണ്ട് മണി ബെനിഫിറ്റ്. കറണ്ട് മണി ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന ബേസിക് പേ, അതായത് അവരുടെ സാലറി എന്ന് പറയാം, പിന്നെ ഡിയർനെസ് അലവൻസ്, DA, പ്രൊഡക്ഷൻ ബോണസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറണ്ട് മണി ബെനിഫിറ്റിലാണ് വരിക. ഓക്കെ, ദെൻ ഡെഫേർഡ് മോണിറ്ററി ബെനിഫിറ്റ്. മോണിറ്ററി ബെനിഫിറ്റ്സുകളായിട്ട് അവർക്ക് കൊടുക്കുന്ന, അതായത് ആഫ്റ്റർ റിട്ടയർമെൻറ്റും, അതായത് ഇങ്ങനെ PF ആയിട്ട്, പ്രൊവിഡൻറ്റ് ഫണ്ടായിട്ട്, ദെൻ
ഇൻഷുറൻസിൻ്റെ രൂപത്തിൽ എംപ്ലോയി കോൺട്രിബ്യൂഷൻസ് ടു ഇൻഷുറൻസ്. എംപ്ലോയീസ് അവരുടെ റെമ്യൂണറേഷൻ്റെ ഒരു ഭാഗം ഇൻഷുറൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക. പിന്നെ അവരുടെ സാലറിയുടെ ഭാഗം അവർ PF ആയിട്ട്, അതായത് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് അത് അവർക്ക് അവരുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് പോലെ അവസാനം കിട്ടുക. പിന്നെ ഗ്രാറ്റുവിറ്റി, പ്രോഫിറ്റ് ബോണസ്, പെൻഷൻ, ഇങ്ങനെയുള്ളതൊക്കെ ഡെഫേർഡ് മോണിറ്ററി ബെനിഫിറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഈ കറണ്ട് മണി ബെനിഫിറ്റും ഡെഫേർഡ് മോണിറ്ററി ബെനിഫിറ്റും നമ്മുടെ ലേബർ കോസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മറ്റ് 2 കോസ്റ്റുകളാണ് ഫ്രിഞ്ച് ബെനിഫിറ്റും ലേബർ റിലേറ്റഡ് കോസ്റ്റും. ഫ്രിഞ്ച് ബെനിഫിറ്റ് ആട്ടോ. ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നോൺ മോണിറ്ററി ബെനിഫിറ്റ്, അതായത് ക്യാഷിൻ്റെ രൂപത്തിലല്ലാതെ എംപ്ലോയീസിന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് അവർക്ക് ഫുഡ്, സബ്സിഡി ഫുഡ് പറഞ്ഞാൽ ക്യാൻറ്റീൻ ഫുഡ്, അങ്ങനെ ഫുഡ് കൊടുക്കുക. പിന്നെ ക്ലോത്തിങ്, യൂണിഫോം കാര്യങ്ങളൊക്കെ ക്ലോത്തിങ്. പിന്നെ മെഡിക്കൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അവരുടെ ചിൽഡ്രൻസിന് എഡ്യൂക്കേഷൻസ് കൊടുക്കുക. ഹൗസിങ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഇങ്ങനെയൊക്കെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് നോൺ മോണിറ്ററി ബെനിഫിറ്റ് അല്ലെങ്കിൽ ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയാം. പിന്നെ അതും നമ്മുടെ ലേബർ കോസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ ലേബർ റിലേറ്റഡ് കോസ്റ്റാണ്, അതായത് ലേബറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റു കോസ്റ്റുകളായിട്ടുള്ള ഹോളിഡേ പേ, അതായത് വെക്കേഷൻ സാലറി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ലീവ് പേ, നമുക്ക് ലീവ് വരുന്ന ടൈമിൽ ഉണ്ടാകുന്ന പേ, പ്രീമിയം പേ, ഐഡിയൽ ടൈം പേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരു ദിവസം തന്നെ നമുക്ക് ഐഡിയലായി കിടക്കുന്ന ടൈം ഉണ്ടാവും, അതിലൊക്കെ നമുക്ക് അതിൻ്റെ സാലറി നമുക്ക് റെമ്യൂണറേഷൻ കിട്ടും. അപ്പോൾ അത് ഐഡിയൽ പേ. ദെൻ ഓവർ ടൈം പേ, അതിന് നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന റെമ്യൂണറേഷൻ. ഇതൊക്കെയാണ് നമ്മൾ ലേബർ റിലേറ്റഡ് കോസ്റ്റിൽ വരുന്നത്. അപ്പം 4 തരത്തിലുള്ള കോസ്റ്റുകൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ലേബർ കോസ്റ്റിൽ. ഒന്ന് കറണ്ട് മണി ബെനിഫിറ്റ് ആണ്, ദെൻ ഡെഫേർഡ് മോണിറ്ററി ബെനിഫിറ്റ്, ദെൻ ഫ്രിഞ്ച് ബെനിഫിറ്റ്, ദെൻ ലേബർ റിലേറ്റഡ് കോസ്റ്റ് ബെനിഫിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയുമാണ്. ലേബർ എന്താണ്, ലേബർ ടൈപ്സ്, ദെൻ ഡയറക്റ്റും ഇൻഡയറക്റ്റ് ലേബേഴ്സിൻ്റെ ഡിഫറൻസ്, പിന്നെ എന്തൊക്കെയാണ് ലേബർ കോസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള 4 കോസ്റ്റുകൾ ഏതൊക്കെയാണ്, അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി ഏരിയാസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.